സന്തോഷം. കാരണം സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. അതന്നെ. പിന്നെ എല്ലാവരും പടം കാണുക. കുറച്ച് ദിവസം ഹെയറിലായിരുന്നു, ഇപ്പം ഇറങ്ങിയില്ലേ? താങ്ക് യു. നിങ്ങളൊക്കെ തന്നെയല്ലേ നമ്മളെ ആൾക്കാര്, നമ്മളെ ഇടയിലുള്ള ആൾ. ഞാനിങ്ങനെ ചമ്മലോടെ അല്ലേ, എന്തായിരുന്നു എന്റെ നീ തൊട്ടടുത്തിരിക്കുക, എന്റെ ഫീലിംഗ് എന്തായിരുന്നു? അല്ല, എനിക്ക് ബബ്ബപ്പേര് ഇങ്ങനെ ഒരു കൈയടി കിട്ടിയിരുന്നു ഓൾറെഡി തിയേറ്ററിൽ. അപ്പൊ അതിന് അന്ന് ഇതേപോലെ എനിക്ക് തിയേറ്ററിൽ നിന്ന് കുറെ പേര് നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ, പിന്നെ അടുത്ത ഷോയിൽ ഉണ്ടായിരുന്നില്ല, നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ തന്നെ ഭയങ്കര കൈയടിയായിട്ട് എനിക്ക് അന്ന് കുറെ വീഡിയോ ഒക്കെ അയച്ചു തന്നു. ഇന്ന് നേരിട്ടത് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. ഒരുപാട് സ്നേഹം നിങ്ങളോട്. രംഗങ്ങളൊക്കെ ചേട്ടന്റെ കാല് മുക്കിയടിയൊക്കെ കണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട്? ഫൈറ്റിന് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടിയുണ്ടോ അതോ പെട്ടെന്ന് പഠിച്ചെടുത്തോ കാര്യങ്ങളൊക്കെ? വളരെ പെട്ടെന്നായിരുന്നു. ഏത് അതെ, സാറിനെ പേടിച്ച് ചെയ്ത അത് വേറെ. ഞാൻ എന്ത് സംഭവം വെച്ചാൽ, ഞാൻ ഇതിന് മുന്നേ വരുന്നതിന് മുന്നേ സാറിനോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വെയിറ്റ് കുറച്ചിട്ട് വരണം എന്നുള്ളത്. അപ്പോൾ ഇവൻ വെയിറ്റ് കുറച്ചിട്ട് വന്നു, പക്ഷെ 5 കിലോ ഇവൻ കുറച്ചു. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, ഇങ്ങനെ സാറ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ആക്ച്വലി 5 കിലോ കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി സാറ് ഓക്കെ ആണ് എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഫൈറ്റ് വന്ന സമയത്ത് എനിക്ക് ഓൾറെഡി കാല് ലുക്മാൻ വളയിലൊരു ചവിട്ടി ഓട്ടിയിട്ട് കയ്യില് പ്ലേറ്റ് ഇട്ടിരിക്കുക. ഇവിടെ മുട്ട് ഇതേപോലെ ചെറുങ്ങനെ തേയ്മാനം സംഭവിച്ച് മുട്ടിനും പ്രശ്നമുണ്ട്. അപ്പം ഈ പൊക്കിച്ചവിട്ടുക എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒറ്റക്കാലിൽ പൊട്ടി ചവിട്ടുമ്പോഴേക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇത് വരും. കാരണം പക്ഷെ സെന്തിൽ സഹകരിച്ചു. അപ്പം വലിയ ഇതില്ലാതെ അടികൊണ്ട് സെന്തിലങ്ങ് പോയി. അപ്പൊ അധികം ചവിട്ടേണ്ടി വന്നില്ല. ആ ഒറ്റ ചവിട്ട് തന്നെ ഏകദേശം ഓക്കെ ആയിരുന്നു. ഫിറ്റായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായേനെ. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ഉണ്ണിയുടെ ഫൈറ്റാണ്. ഉണ്ണി മറ്റേ കോളേജിൽ ക്യാൻറ്റീനിലൊരു LKG കുട്ടീനെ അടിച്ച് മുടിക്കുന്നുണ്ട്, ചെറിയൊരു കുട്ടീനെ. അതിൽ ഉണ്ണിയുടെ അടി അതൊരു കമ്പെടുത്ത് വിരട്ടി വിട്ടാൽ മതിയായിരുന്നു. സാറാ ഫൈറ്റ് വേണ്ടെന്ന് പറഞ്ഞ് ഉണ്ണി നിർബന്ധിച്ച് വെച്ച ഫൈറ്റാണ്. പൈസ കൊടുത്ത് ഉണ്ണി ഇറക്കിയതാ ഫൈറ്റ്. അവിടെ ഒരു ഫൈറ്റിന്റെ എല്ലാം അവന് ഓടിച്ചു വിട്ടുന്ന കേസിൽ ഉണ്ണിയേട്ടൻ എന്നെ ഇങ്ങനെ ഒറ്റൊരു സിംഗിൾ പീസിൽ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇല്ലടാ, ഞാൻ ഈ ഫൈറ്റ് ഒന്നുമില്ല. വിളിക്കാതിരിക്കാനാണ് മുട്ട് പോയി പറയണത്. അല്ല, അത് മറ്റേ ഇതിനകത്ത് വളയിൽ ചെറിയൊരു അടി, നല്ലൊരു അടി കിട്ടി അവന്റെ ഇത്. നല്ല ചവിട്ടും ഇതൊക്കെയാ. ഏതാ മല്ലിടാനൊക്കെ പിടിച്ചു നിൽക്കുന്നത്? ദുരന്തം 2 ആടാണ് പിടിച്ചു നിൽക്കുന്നത്. ഇതേ ചോദ്യം നിങ്ങൾ ദുരന്തം 2 ആൾക്കാരോടും അവരോടും ചോദിക്കണം. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലേ? അത് നമ്മുടെ സാറ് തന്നെ പറഞ്ഞേ, നമ്മുടെ ഇത് പേടിച്ചാണ് മാറ്റിയത്. അവര് മാറ്റിയിട്ടും ഭീഷ്മറുടെ റിലീസ് മാറ്റിയില്ല. അപ്പൊ അത് തന്നെ ഒരു കോൺഫിഡൻസ് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് കാര്യമായിട്ട് തോന്നുന്നു. ചായറോട് റെഡിയാണ്. ധ്യാൻചേട്ടനാണേലും വിഷ്ണുചേട്ടനാണേലും ഇപ്പൊ അഭിയേട്ടനാണേലും സിനിമ ഓൺ സ്ക്രീനെക്കാട്ടിലും ഉപരി ഓഫ് സ്ക്രീനിൽ കോമഡി പറയുന്ന ആളുകളാണ്, സ്പോണ്ടേനിയസ് ആയിട്ട് കോമഡി പറയുന്ന ആളുകളാണ് ഈ സിനിമയിൽ ഒന്നിക്കുകയാണ്. അപ്പം ഓഫ് സ്ക്രീനിൽ നിങ്ങളുടെ തമാശകളോ അല്ലെങ്കിൽ പരസ്പരം അത്തരം തമാശകളൊക്കെ സാർ ആദ്യം തന്നെ കട്ട് ചെയ്തു. ഞങ്ങള് അത് വേണ്ട, അതുകൊണ്ട് ഞങ്ങള് അത് പേപ്പറിലുള്ളതും സ്ക്രിപ്റ്റിലുള്ളതും തമാശകളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു തമാശ. കാരണം സ്ക്രിപ്റ്റ് തിരുത്താൻ പലരും ശ്രമിച്ചെങ്കിലും ഞാനത് അനുവദിച്ചില്ല. ചിലർ നമുക്കിടയിൽ അതെ കൂടുന്നുണ്ട്. ഇതൊന്നും വേണ്ട.
അല്ലെങ്കിൽ ഇത്ര സിനിമ ചെയ്തത് ആ ഒരു എക്സ്പീരിയൻസ് ആസ് ആൻ ആക്ടർ തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അത് ഡിപ്പെൻസ്. ഇപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മൾ നന്നാവും എന്നുള്ളതിനപ്പുറത്ത് സിനിമയും സിനിമയുടെ കഥയും ബാക്കിയുള്ള വന്നിരുന്നു വേണ്ടെന്ന് വെച്ച് ഇത്രയാണ്. ഈ രമേശ് പിഷാരടി മത്സരിക്കുന്നുണ്ട്, അപ്പൊ എങ്ങനെയാണ് അതിനെ കാണുന്നത്? പോവോ വിളിച്ചു കഴിഞ്ഞാൽ? പിന്നെ രമേശൻ നമ്മുടെ സുഹൃത്തല്ലേ, തീർച്ചയായിട്ടും. ചില കോമ്പോസ് പ്രേക്ഷകർ കാണാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് കോമ്പോ ഉണ്ട്. യൂത്തിലാണ് നെസ്രീൻ മാത്യു കോമ്പോ, അതുപോലെ സീനിയേഴ്സിലാണെങ്കിൽ പറഞ്ഞ പോലെ ലാലേട്ടൻ മമ്മൂക്ക കോമ്പോ, അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കോമ്പോസ് ഉണ്ട്. അപ്പം ഞാൻ ചേട്ടൻ ഇപ്പം അന്ന് ലാസ്റ്റ് സ്പിനി ചേച്ചിയായിട്ട് കഥാപാത്രം ചെയ്തപ്പോൾ ഇതേപോലൊരു കോമ്പോ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് നമുക്ക്. അപ്പം അതേപോലെ ഒരു സിനിമകളായിരിക്കും ഇനി എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് തന്നെ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ. ഇപ്പൊ തുടങ്ങാൻ പോകുന്ന അങ്ങനെ ഒരു കോമ്പോല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോമ്പോലാണ് ഫസ്റ്റ് സിനിമ. അതിനെ ഫോളോ ചെയ്യുന്ന സിനിമയും വേറൊരു കോമ്പോയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള മെയിൻ സ്ട്രീം ആൾക്കാരെ വെച്ചിട്ട് തന്നെയുള്ള, പക്ഷെ ആദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാ